പ്രൈസ് ദി ലോർഡ്. കർത്താവിന് മഹത്വം. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല വൈകിയ സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ഓൺലൈൻ ലൈവ് വഴി ദൈവത്തിന്റെ വചനം അല്പസമയം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ദൈവം നൽകിയ അവസരത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുകയും ഗ്രഫേ മീഡിയയ്ക്കുള്ള അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, പ്രത്യേകിച്ച് പാസ്റ്റർ ജോമോൻ അവർകൾ, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സഹോദരൻ ആയിരിക്കുന്ന ബ്രദർ ഷിബി, എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനങ്ങൾ അറിയിക്കുകയാണ്. ദൈവം അതിശയകരമായി നമ്മെ അത്ഭുതകരമായും കരുതുന്ന ദൈവത്തിന്റെ വലിയ ദയയ്ക്കും കരുതലുമായും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം. അപ്പോൾ പൗലോസ്, നിനക്ക് ഒരു ദോഷവും ചെയ്യരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെയുണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. നിനക്ക് ഒരു ദോഷവും ചെയ്യരുത്. ഈ വിഷയത്തെ സംബന്ധിച്ച് ചില വാക്കുകൾ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടും. മിക്ക ആളുകളുടെ ഒരു പ്രാർത്ഥനയുണ്ട്, ഞാൻ മറ്റുള്ളവർക്ക് ഒരു ഭാരം ആകരുത്, മറ്റുള്ളവർക്ക് എൻ്റെ വാക്കുകൾ നിമിത്തം, എൻ്റെ പ്രവൃത്തി നിമിത്തം ഒരു ദോഷവും ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുണ്ട്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ വാക്കുകൊണ്ടാകട്ടെ, ഏതെങ്കിലും ഇടപാടുകളിലാകട്ടെ ഒരു ദോഷവും വരരുത് എന്ന് വളരെ ശ്രദ്ധിച്ച് ജീവിക്കുന്ന, അങ്ങനെ പ്രാർത്ഥനയുള്ള, അങ്ങനെ വളരെ ശ്രദ്ധയോടെ ജീവിക്കുന്ന ധാരാളം ആളുകൾ ഉള്ളപ്പോൾ തന്നെ നാം നമ്മളെ കുറിച്ച് നമുക്ക് നമ്മളോട് തന്നെ ദോഷം ചെയ്യുന്ന, ഞാൻ എന്നോട് തന്നെ ദോഷം ചെയ്യുന്ന, നിങ്ങൾ നിങ്ങളോട് തന്നെ ദോഷം ചെയ്യുന്ന നിരവധി കാര്യങ്ങളെ സംബന്ധിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നു. മാതാപിതാക്കൾ മക്കൾക്ക് ദോഷം ചെയ്യുന്ന, ഭാര്യ ഭർത്താവിനോ, ഭർത്താവ് ഭാര്യയ്ക്കോ, സമൂഹത്തിനോ പരസ്പരമോ ഒക്കെ ദോഷവും വേദനയും ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ നിരവധി സംഭവങ്ങൾ, ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ വായിച്ചത് അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറയുന്നു, നീ നിനക്ക് ഒരു ദോഷവും ചെയ്യരുത്. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസും ശീലാസും ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗമനുസരിച്ച് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുവാൻ, സുവിശേഷം പ്രസംഗിക്കുവാൻ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ പലയിടങ്ങളിലും പൗലോസ് സുവിശേഷം പറയുവാൻ ആഗ്രഹിച്ചെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് അവനെ സമ്മതിക്കാതെ മുന്നോട്ട് നടത്തുകയാണ്. 6-ാം വാക്യം വായിക്കുന്നത്, അവർ ആസിയിൽ വചനം പ്രസംഗിക്കരുത് എന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. വീണ്ടും അവർ മുന്നോട്ട് പോയി മൂസിയിലെത്തി വിഥിന്യയ്ക്ക് പോകാൻ ശ്രമിച്ചു. യേശുവിന്റെ ആത്മാവ് സമ്മതിച്ചില്ല. പലയിടങ്ങളിലും സുവിശേഷം പറയുവാൻ, പ്രസംഗിക്കുവാൻ, തന്റെ പ്രേക്ഷിത ദൗത്യം നിർവഹിക്കുവാൻ പൗലോസ് ആഗ്രഹിച്ചെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് അവനെ അനുവദിച്ചില്ല. അവിടെയൊക്കെ സുവിശേഷം കേൾക്കാൻ ധാരാളം ആളുകളുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ ആ പട്ടണങ്ങളിലും ആ ദേശങ്ങളിലുമുണ്ട്. പക്ഷെ ദൈവാത്മാവ് അതിനനുവദിക്കാതെ വീണ്ടും അവരെ മുന്നോട്ട് നടത്തുകയാണ്. മക്കെദോന്യയ്ക്ക് ദൈവത്തിന്റെ ഒരു വെളിപ്പാട് പൗലോസിന് ദൈവം കൈമാറും. മക്കെദോന്യയിലേക്ക് പോകുവാനുള്ള ഒരു വെളിപ്പാട്. അങ്ങനെ മക്കെദോന്യയിലേക്ക് അവൻ പുറപ്പെടുന്നു.
മക്കെദോന്യയിലേക്ക് പോയി. അവിടെ ശബത്ത് നാളിൽ പ്രാർത്ഥനാ സ്ഥലമുണ്ടോ എന്ന് തിരക്കാനായി പുറത്തേക്ക് പോയി. അവൻ പോകുന്ന വഴിയിൽ ഒരു കൂട്ടം സ്ത്രീകൾ പുഴവക്കത്ത് കാണുകയും അവരോട് സുവിശേഷം പറയുകയും ചെയ്യുന്ന, പങ്കുവയ്ക്കുന്ന സംഭവങ്ങൾ. ലുദിയയുടെ ഹൃദയം ദൈവം അന്ന് തുറന്നു. നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണുന്നുവെങ്കിൽ എന്റെ വീട്ടിൽ വന്ന് പാർക്കണം എന്ന് അവരെ ക്ഷണിക്കുന്നതിനെ കുറിച്ച് 15-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 16-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ വെളിച്ചപ്പാടത്തിയായ ഒരു സ്ത്രീ ലക്ഷണം പറഞ്ഞ് വളരെ യജമാനന്മാർക്ക് ലാഭമുണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ത്രീ, പൈശാചിക ശക്തികളാൽ, അതിന്റെ സ്വാധീനത്താൽ, അത് നൽകുന്ന വെളിപ്പാടിനാൽ ഇതിനെ വെളിച്ചപ്പാടത്ത് ലക്ഷണം പറയുന്ന ഒരു വെളിച്ചപ്പാടത്ത് അവര് പൗലോസിനെ കുറിച്ചും ശീലാസിനെ കുറിച്ചും ചില കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ സത്യം തന്നെയാണ്. ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ പല നാൾ പല ദിവസം ഇവരെ കേൾക്കെ അത് പറഞ്ഞുകൊണ്ടേയിരുന്നു. പൗലോസ് അവളിലുള്ള ഭൂതത്തെ ശാസിച്ചു. ആ ഭൂതം അവളെ വിട്ടുപോയി കഴിഞ്ഞപ്പോൾ യജമാനന്മാരുടെ ലാഭം, അവളെ കൊണ്ടുണ്ടായിരിക്കുന്ന പ്രയോജനങ്ങൾ, ലാഭം, സാമ്പത്തിക നേട്ടങ്ങൾ നഷ്ടമായി എന്ന് കണ്ടു. കാരണം ആ പൈശാചിക ശക്തി അവളെ വിട്ടുപോയപ്പോൾ, അവൾ സ്വതന്ത്രയായി കഴിഞ്ഞപ്പോൾ അവൾ ചെയ്തുകൊണ്ടിരുന്ന തൊഴിൽ ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ വരികയാണ്. തുടർന്ന് 19 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ പട്ടണത്തിലുള്ള ആളുകളെ മുഴുവനും ഇളക്കി പൗലോസും ശീലാസിനും എതിരായി ശക്തമായ ഉപദ്രവങ്ങൾ അവർക്ക് നേരെ അടിച്ചുവിടുകയാണ്. ആ പ്രത്യേക സാഹചര്യത്തിൽ അടികൊണ്ട് മുറിവേറ്റ് വസ്ത്രം പറിച്ചുരിഞ്ഞ് വലിച്ചിഴച്ച് അവസാനം അവരെ ജയിലിനകത്തേക്ക് അടയ്ക്കപ്പെടുന്ന സ്ഥിതിയിലേക്ക് കാര്യമെത്തി. വളരെ അടിച്ച ശേഷം തടവിലാക്കി കാരാഗ്രഹ പ്രമാണിയോട് വളരെ സൂക്ഷ്മത്തോടെ കാക്കുവാൻ അവനോട് കൽപ്പിക്കുകയാണ്. അന്ന് രാത്രി പകല് മുഴുവനും അടികൊണ്ട് ശരീരം മുഴുവനും മുറിഞ്ഞ് അപമാനിക്കപ്പെട്ട് വാക്കുകൊണ്ടും ഉപദ്രവം ഏറ്റും മാനസികവും ശാരീരികവുമായിട്ടൊക്കെ വളരെ വ്യഥയും കഷ്ടതയും വേദനയും അനുഭവിക്കുന്ന ആ ദൈവത്തിന്റെ ഭക്തന്മാർ അന്ന് രാത്രി ദൈവത്തെ എഴുന്നേറ്റ് അവനെ പ്രാർത്ഥിച്ച് പാടി സ്തുതിക്കുകയാണ്. അങ്ങനെ ദൈവത്തെ പാടി അവർ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവിടെ വായിക്കുന്നത് അർദ്ധരാത്രിയിൽ അവർ പാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങളൊക്കെ കുലുങ്ങി. അവരെ അടച്ചിരുന്ന വാതിലുകളൊക്കെ തുറന്നു. എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. പൗലോസിന്റെയും ശീലാസിന്റെയും മാത്രമല്ല, ആ തടവറയിൽ ഉണ്ടായിരുന്ന എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. കാരാഗ്രഹ പ്രമാണി ഉറക്കമുണർന്നു. വലിയൊരു ശബ്ദം. ഈ ബഹളമൊക്കെ കേട്ടപ്പോൾ, ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ കാരാഗ്രഹ പ്രമാണി ഉറക്കം ഉണർന്നു. അദ്ദേഹം വിചാരിച്ചു എല്ലാവരും ഓടിപ്പോയി, വാതിലൊക്കെ തുറന്നു കിടക്കുന്നു, എല്ലാവരും ഓടിപ്പോയി എന്ന് അദ്ദേഹം വിചാരിച്ചു. അങ്ങനെ തന്നെത്താൻ കൊല്ലുവാൻ അദ്ദേഹം, അഥവാ ആത്മഹത്യക്ക് അദ്ദേഹം ശ്രമിക്കുന്ന ആ സമയം അപ്പോസ്തലനായ പൗലോസ് ഉറക്കെ വിളിച്ചു പറയുകയാണ്, നിനക്ക് ഒരു ദോഷവും വരുത്തരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. ആത്മഹത്യ ചെയ്യുവാൻ തുടങ്ങുന്ന ഒരു പ്രതിസന്ധിയുടെ മുൻപിൽ, ഒരുപക്ഷെ ഒരു തെറ്റിദ്ധാരണയുടെ മുൻപിൽ എല്ലാവരും ഓടിപ്പോയി കാണും. തടവുപുള്ളികളെല്ലാം ഓടിപ്പോയി കഴിഞ്ഞാൽ സൂക്ഷ്മതയോടെ കാത്തു സൂക്ഷിക്കണമെന്ന് പറഞ്ഞ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട താൻ തീർച്ചയായും അതിനുള്ള ശിക്ഷ, എല്ലാവരും ഓടിപ്പോയാൽ അതിനുള്ള ശിക്ഷ താൻ കൊല്ലപ്പെടും എന്ന്
ഒരു പ്രാണഭയം തനിക്കുണ്ടായിട്ട് താൻ തന്നെ മരണത്തിനല്ലെങ്കിൽ ഒരു ആത്മഹത്യക്ക് ശ്രമിക്കുന്ന ഒരു സന്ദർഭം. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയിലും നിറവിലും പൗലോസ് അവനോട് വിളിച്ചു പറയുന്നു, നിനക്ക് നീ ഒരു ദോഷവും വരുത്തരുത്. നീ അതിന്റെ അർത്ഥം നീ ആത്മഹത്യ ചെയ്യരുത് എന്നുള്ളതാണ്. ഒരാൾ ആത്മഹത്യ ചെയ്യുവാൻ ദൈവത്തിന്റെ വചനം അനുവദിക്കുന്നില്ല, അഥവാ ദൈവം അനുവദിക്കുന്നില്ല. കൊരിന്ത്യ ലേഖനം 1-ാം ലേഖനം 6-ാം അധ്യായം അതിന്റെ 19-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ, 1 കൊരിന്ത്യർ 3-ന്റെ 16-17 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന മന്ദിരമാണ്. ദൈവത്തിന്റെ ശരീരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും ഒരു ദൈവ പൈതൽ ഒരിക്കലും ആത്മഹത്യ ചെയ്യരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 13-ാം വാക്യം നാം വായിക്കുമ്പോൾ, ദൈവം മോശ മുഖാന്തരം ഇസ്രായേലിന് കൊടുത്ത കൽപ്പനകളിൽ 10 പലകകളിൽ എഴുതിയ കൽപ്പനകൾ, അതിലെഴുതി അതെ 13-ാം വാക്യം നമ്മൾ വായിക്കുന്നത്, കൊല ചെയ്യരുത്. അത് വേറൊരാളെ കൊല്ലുന്നത് മാത്രമല്ല, സ്വയം നമ്മളെ തന്നെ കൊല്ലുവാനും ഉള്ള സാധ്യതകൾ അതിന്റെ മുൻപിലുണ്ടെങ്കിൽ അത് ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത്. സഭാപ്രസംഗിയുടെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നു, നീ എന്തിനെ നശിപ്പിക്കുന്നു? അതിദുഷ്ടനായിരിക്കരുത്, നീ മൂഢനായിരിക്കരുത്. 17-ാം വാക്യം പറയുന്നു, കാലത്തിന് മുൻപേ നീ എന്തിന് മരിക്കുന്നു? വേദപുസ്തകത്തിൽ പറയുന്നത്, ഒന്ന്, നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആത്മാവസിക്കുന്ന മന്ദിരമാണ്. ദൈവം ഓരോരുത്തർക്കും ഈ ഭൂമിയിൽ നിന്ന് ദൈവം വിളിക്കുന്ന ഒരു ദിവസമുണ്ട്. അതുവരെ ഈ ഭൂമിയിൽ നാം ജീവിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലൊക്കെ ധാരാളം കഷ്ടങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ കടന്നു വരാം. രോഗങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ വലിയ പാൻഡമിക്കിന്റെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ രോഗം വന്നോ എന്ന സംശയത്തിൽ ആത്മഹത്യ ചെയ്തവരുണ്ട്. നാളെയെക്കുറിച്ചുള്ള ആകുലതകളിൽ ആത്മഹത്യ ചെയ്തവരുണ്ട്. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവരുണ്ട്. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ചിലരെങ്കിലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. ആ പറയുന്ന എല്ലാ മനുഷ്യരും ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ മരണത്തെക്കുറിച്ച് ചിന്തിച്ച അവസ്ഥകളൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. പക്ഷേ ദൈവത്തിന്റെ വചനം നമ്മെ അനുവദിക്കുന്നില്ല നാം ആത്മഹത്യ ചെയ്യുവാൻ. നാം നമ്മെ തന്നെ നശിപ്പിക്കുവാൻ ദൈവത്തിന്റെ വചനം അനുവദിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും കഷ്ടങ്ങളും ഒക്കെ കടന്നു വന്നാലും അതിന്റെ മേലെല്ലാം ഒരു ദൈവ പൈതലിന് വിജയമുണ്ട്, അനുഗ്രഹമുണ്ട്. പ്രശ്നം നമുക്ക് വരത്തില്ലെന്നല്ല ദൈവം പറയുന്നത്. നീതിമാന്റെ അനർത്ഥങ്ങൾ അസഖ്യമാകുന്നു. 34-ാം സങ്കീർത്തനം അതിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഒന്ന്, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെ നമ്മുടെ പ്രാർത്ഥനകളും സങ്കടങ്ങളും കേൾക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ നാം എന്തിന് ആത്മഹത്യ ചെയ്യണം? ഹൃദയം തകർന്നവർക്ക് യഹോവ സമീപസ്ഥനാണെന്ന് ഈ വചനം പറയുന്നു. നമ്മുടെ ഹൃദയം തകർന്നു പോകുന്ന ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ അവസ്ഥകൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, ഒരുപക്ഷെ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കാം, ഒരുപക്ഷെ നിങ്ങളുടെ ശാരീരികമായുള്ള വെല്ലുവിളികളോ അഥവാ രോഗങ്ങളായിരിക്കാം, ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിനെ വളരെ മുറിവേൽപ്പിക്കുന്ന വാക്കുകളായിരിക്കാം,
മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിങ്ങളോട് വന്നിട്ടുള്ള മനോഭാവങ്ങളോ പ്രവൃത്തികളോ ആയിരിക്കാം നിങ്ങളുടെ മനസ്സിനെ വളരെ വേദനിപ്പിച്ച മുറിവേൽപ്പിച്ച സംഭവങ്ങൾ. അങ്ങനെ പലതരത്തിൽ ഉള്ള വിഷയങ്ങളിൽ മനോഭാര നിമിത്തം എന്തിന് ജീവിക്കണം, ജീവിതം തന്റെ കൈപ്പോടെ അതെ തള്ളി നീക്കുന്ന ജീവിതത്തിന്റെ സാഹചര്യം, എത്ര നാൾ ഇങ്ങനെ ജീവിക്കാൻ കഴിയുമെന്ന് ഒരു ഉറപ്പ് പറയുവാൻ കഴിയാത്ത അവസ്ഥ, ഈ വിഷയങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാകുമോ എന്ന് സംശയിക്കുന്ന ഒരവസ്ഥ. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്, പക്ഷെ അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നത് നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അതിൽ കുറച്ചൊക്കെ ദൈവം പ്രവർത്തിക്കും എന്നല്ല, അവ എല്ലാറ്റിൽ നിന്നും ദൈവം നമ്മെ വിടുവിക്കാൻ, ദൈവം നമ്മളെ രക്ഷിക്കാൻ അവിടുന്ന് വിശ്വസ്തനായ ദൈവമാണ്. അങ്ങനെ നമ്മളെ രക്ഷിക്കാൻ ഒരു ദൈവമുണ്ടെങ്കിൽ, നമ്മെ സൗഖ്യമാക്കാൻ ഒരു ദൈവമുണ്ടെങ്കിൽ, നമുക്ക് വഴി തുറക്കാൻ ഒരു ദൈവമുണ്ടെങ്കിൽ, നമ്മെ കരം പിടിച്ചു നടത്താൻ ഒരു ദൈവമുണ്ടെങ്കിൽ, മനം തകർന്നവരെ ആശ്വസിപ്പിക്കാൻ ഒരു ദൈവമുണ്ടെങ്കിൽ, ദൈവമക്കളെ, സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആത്മഹത്യയല്ല പരിഹാരം. ദൈവത്തിന്റെ വചനം പറയുന്നു, ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കുന്ന, വിളിച്ചു പറയുന്ന, നിലവിളിക്കുന്ന ആ കാരാഗ്രഹ പ്രമാണിയോട് പൗലോസ് വിളിച്ചു പറയുന്നു, നിനക്ക് നീ ഒരു ദോഷവും വരുത്തരുത്. നാം മരണത്തെക്കുറിച്ച്, നമ്മുടെ മരണത്തെക്കുറിച്ച്, ആത്മഹത്യയെക്കുറിച്ച് നാം ചിന്തിക്കുന്നത് നാം നമുക്ക് തന്നെ ദോഷം വരുത്തുന്നതെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികൾ, നമ്മുടെ പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഏറ്റവും അധികം ആത്മഹത്യ നടക്കുന്ന സ്ഥലം കേരളമാണ്, സംസ്ഥാനം കേരളമാണ്. കാരണങ്ങൾ പലതാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മറന്നു പോകരുത്, വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടല്ല, പ്രശസ്തി ഇല്ലാഞ്ഞിട്ടല്ല, പണമില്ലാഞ്ഞിട്ടല്ല അവരും ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. സെലിബ്രിറ്റികൾ, ലോകമറിയപ്പെടുന്ന വലിയ ആളുകൾ, വിദ്യാസമ്പന്നർ, ധാരാളം പണമുള്ളവർ ആത്മഹത്യ ചെയ്തിട്ടുള്ള എത്രയെത്ര സംഭവങ്ങൾ ഓരോ ദിവസവും നമ്മൾ കേൾക്കാറുണ്ട്. കൂട്ട ആത്മഹത്യകൾ നമ്മൾ എത്രയോ കേൾക്കാറുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം പറയുന്നു, ആത്മഹത്യയെ ദൈവം വെറുക്കുന്നു, നീ നിനക്ക് തന്നെ ഒരു ദോഷവും വരുത്തരുത്. മറ്റ് ചില കാര്യങ്ങളിൽ ദൈവം എന്തൊക്കെയാണ് നമുക്ക് നാം തന്നെ ദോഷം വരുത്തുന്ന കാര്യത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു. രണ്ടാമത്തെ കാര്യം, കൊരിന്ത്യ ലേഖനം 1-ാം ലേഖനം 11-ാം അധ്യായം 29-ാം വാക്യമാണ്. ദൈവജനത്തോടുള്ള ബന്ധത്തിലാണ് ദൈവത്തിന്റെ ആത്മാവ് അപ്പോസ്തലനായ പൗലോസിലൂടെ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം. കർത്തൃമേശ കഴിക്കുന്നതിനെ സംബന്ധിച്ച് പൗലോസ് പറയുകയാണ്, ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുക, തന്നെത്താൻ ശോധന ചെയ്യണം. ഞാൻ വേറൊരാളെ പരിശോധിക്കാൻ ചിലപ്പോൾ കഴിയുമായിരിക്കും, വേറൊരാളിന്റെ കുറ്റം ഞാൻ കണ്ടെത്താൻ ഒരുപക്ഷെ കഴിയുമായിരിക്കും, വേറൊരാളിന്റെ കുറവുകൾ എനിക്ക് ഒരുപക്ഷെ ശ്രദ്ധിക്കാനും കണ്ടുപിടിക്കാനോ കഴിയുമായിരിക്കും, വേറൊരാളിന്റെ പ്രശ്നങ്ങളെ എനിക്ക് ഒരുപക്ഷെ മനസ്സിലാക്കാൻ കഴിയുമായിരിക്കും. പക്ഷെ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് നാം തന്നെത്താൻ ശോധന ചെയ്യണം. തന്നെത്താൻ ശോധന ചെയ്യേണ്ട ആവശ്യകതകളെ കുറിച്ച് പല മേഖലയോട് ബന്ധപ്പെട്ട് ദൈവവചനത്തിൽ കാണാൻ കഴിയുന്നു. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യാൻ ദൈവത്തിന്റെ വചനം പറയും. ഇവിടെ പറയുന്ന ഒരു കാര്യം, നാം ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവർ ആകരുത്. തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ പാനപാത്രം തിന്നുകയും കുടിക്കുകയും ചെയ്യാൻ. അഥവാ കർത്താവിന്റെ മേശയാകുന്ന കർത്തൃമേശയിൽ നിന്ന് മറ്റ് ഇതര സമൂഹങ്ങളിൽ, ക്രൈസ്തവ സമൂഹങ്ങളിൽ അറിയപ്പെടുന്ന കുർബാന എന്ന് പറയുന്ന അത് വിശ്വാസബന്ധമായ വ്യത്യാസമുണ്ട് എങ്കിലും ദൈവവചനം പറയുന്ന കാര്യത്തിൽ കർത്തൃമേശയോടുള്ള ബന്ധത്തിൽ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ പാനപാത്രം കുടിക്കുവാനും ഈ അപ്പം തിന്നുവാനും. ഇല്ലെങ്കിൽ തന്നെത്താൻ ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യും. നമ്മൾ തന്നെ ശിക്ഷാവധി തിന്നുന്ന കാര്യമാണ്, ശിക്ഷാവധി കുടിക്കുന്ന കാര്യമാണ്. സ്വയം ശോധന ചെയ്യാതെ, വിശുദ്ധിയോടെ അല്ലാതെ കർത്തൃമേശയിൽ നിന്ന് കഴിക്കുകയോ
നാം ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്യുന്നത്. മൂന്നാമത്തെ കാര്യം, തന്നെത്താൻ നീതീകരിക്കരുത് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ലൂക്കോസ് 10:25 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ തന്നെത്താൻ നീതീകരിക്കുന്നതിനെ കുറിച്ച്, നീതീകരിക്കരുത് എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ ഒരു പരീശനും ചുങ്കക്കാരനും ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഒരു ഉപമ, അതില് പരീശൻ തന്നെത്താൻ നീതിമാനായി കാണുന്ന ഒരു സാഹചര്യമാണ് അവിടെ നമ്മൾ കാണുന്നത്. ലൂക്കോസ് 18:9 മുതലുള്ള വാക്യങ്ങളിലാണ്. നീതിമാന്മാർ എന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്നവരെ കുറിച്ച് കർത്താവ് പറഞ്ഞ ഉപമയാണ്. രണ്ടുപേര് പ്രാർത്ഥിക്കാൻ ദൈവാലയത്തിൽ പോയി. പരീശൻ നിന്നുകൊണ്ട് പറയുകയാണ്, പരീശനും ചുങ്കക്കാരനുമാണ് പോയത്. പരീശൻ നിന്നുകൊണ്ട് പറയുന്നു തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായകയാൽ നിന്നെ വാഴ്ത്തും. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു. നേടുന്നതിലെല്ലാം ഞാൻ 10 അഥവാ 10 ഞാൻ കൊടുക്കുന്നു. ഇങ്ങനെ സ്വയം നീതീകരിച്ച് പ്രാർത്ഥിക്കുകയാണ്. ചുങ്കക്കാരൻ ദൂരത്തു നിന്ന് സ്വർഗത്തിലേക്ക് പോലും നോക്കാൻ തുനിയാതെ മാറത്തടിച്ചുകൊണ്ട് പാപിയായ എന്നോട് കരുണ തോന്നണമെന്ന് ദൈവത്തോട് കരഞ്ഞപേക്ഷിച്ചവൻ പോവുകയാണ്. യേശു പറയുന്നു, ഇതിൽ സ്വയം നീതീകരിച്ചവൻ ദൈവത്തിന്റെ പ്രസാദം ലഭിക്കാതെ അവൻ പോയി. എന്നാൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് തന്നെത്താൻ താഴ്ത്തി ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചവനെ ദൈവം കൈക്കൊണ്ടു എന്ന് കാണുവാൻ കഴിയും. നാം നമ്മുടെ നീതിപ്രവർത്തികൾ കൊണ്ട്, നമ്മുടെ വിശ്വാസമാകട്ടെ, കർത്താവിന്റെ വേലയ്ക്ക് കൊടുത്തതാകട്ടെ, ദൈവനാമത്തിന് വേണ്ടി ചെയ്തതാകട്ടെ, നിന്നതാകട്ടെ, ആർക്കെങ്കിലും ഒക്കെ വേണ്ടി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നാം ചെയ്തതാകട്ടെ, ഇതിന്റെ പേരിൽ ഒരു സ്വയം നീതി നമ്മൾ അറിയാതെ നമ്മളിൽ ഉരുവാകുന്ന ഇതര സാഹചര്യങ്ങൾ ഉണ്ടാകാം. പല ആളുകളും അത്തരത്തിൽ ചിന്തിക്കുന്നവരും പറയുന്നവരുമാണ്. ഞാൻ ഇത്രയും അനുഗ്രഹിക്കപ്പെടാൻ കാരണം ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ്, ഞാൻ ഇത്ര സമയം പ്രാർത്ഥിച്ചതുകൊണ്ടാണ്, ഞാൻ ഇതിനൊക്കെ കർത്താവിന് വേണ്ടി ഇതുപോലെയൊക്കെ ഞാൻ ഒരുപാട് കഷ്ടം സഹിച്ചത് കൊണ്ടാണ്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. ഇപ്പോഴും ഇങ്ങനെ സ്വയം നീതീകരിക്കുന്ന ചിലരെ കുറിച്ച് ഇന്നും ദൈവവചനത്തിന് പറയാനുള്ളത്, അവർ ദൈവത്താൽ നീതീകരിക്കപ്പെടാതെ പോകാനിടയാണ്. സ്വയനീതി ദൈവപ്രവൃത്തിക്ക് ഒരു വലിയ തടസ്സം തന്നെയാണ്. അത് നമ്മളോട് തന്നെ നാം ചെയ്യുന്ന ഒരു വലിയ തെറ്റാണ്, വലിയ പാപമാണ്. ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ സ്വയം നീതീകരിക്കാതെ നാം നമ്മെ തന്നെ ദൈവത്തിന്റെ ഹിതത്തിനായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദാനിയേലിനെ കുറിച്ച് നമുക്കറിയാം. ദാനിയേലും കൂട്ടരും പ്രവാസികളായി ബാബിലോണിലേക്ക് പോയി. പക്ഷേ ദൈവത്തിന്റെ കൃപയാൽ അവിടെ ഉന്നതമായ സ്ഥാനങ്ങൾ അവർക്കെത്തി. പക്ഷേ ആ സ്വന്തമല്ലാത്ത ദേശത്ത്, ആരാധന സൗകര്യങ്ങളില്ലാത്ത ആ നാട്ടിൽ, അന്യ ആരാധനകളെ കൊണ്ട് നിറഞ്ഞ ആ നാട്ടിൽ അവർ ജീവിക്കുമ്പോഴും ഭക്ഷണത്തെ സംബന്ധിച്ച്, വിശുദ്ധിയെ സംബന്ധിച്ച് ഒക്കെ ശക്തമായ തീരുമാനമുള്ളവരായിരുന്നു. ആഹാരത്തോടുള്ള ബന്ധത്തിലും, ആരാധനയോടുള്ള ബന്ധത്തിലും, പ്രാർത്ഥനയോടുള്ള ബന്ധത്തിലുമൊക്കെ വിശുദ്ധിക്ക് വേണ്ടി നിന്നവരാണവർ. പക്ഷേ ദൈവത്തിന്റെ സന്നിധിയിൽ ദാനിയേൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ഞങ്ങളുടെ പിതാക്കന്മാരുടെ പാപം ഞങ്ങളോട് ക്ഷമിക്കണം. ദൈവത്തിന്റെ സന്നിധിയിൽ തങ്ങളുടെ പാപങ്ങളും തങ്ങളുടെ പിതാക്കന്മാരുടെ പാപങ്ങളും കുറവുകളും ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണത്തിനായി അടുത്തു ചെല്ലുന്ന ദാനിയേലിനെ നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന്റെ സന്നിധിയിൽ വേണമെങ്കിൽ അവന് സ്വയം നീതീകരിക്കാമായിരുന്നു. ദൈവമേ, മറ്റുള്ള എല്ലാവരും അവർക്ക് ലഭിച്ച ആഹാരമൊക്കെ കഴിക്കുമ്പോൾ
എന്നെ അശുദ്ധമാക്കുന്ന ആഹാരം ഞാൻ കഴിക്കാതെ വിശുദ്ധിയിൽ ഞാൻ എന്നെ തന്നെ ഇതുവരെ കാത്തു സൂക്ഷിച്ചു. നിനക്ക് ഹിതമല്ലാത്ത ഒന്നും ഞാൻ ചെയ്യാതെ ഞാൻ ഇതുവരെ ഇവിടെ വിശുദ്ധിയോടെ നിലനിന്നു എന്നൊക്കെ ദൈവസന്നിധിയിൽ അവന് പറയാമായിരുന്നു. പക്ഷേ അവൻ പറയുന്നത് എന്റെ പാപത്തെ, എന്റെ പിതാക്കന്മാരുടെ പാപത്തെ, ഞങ്ങളുടെ കുറവുകളെ ദൈവമേ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ദൈവസന്നിധിയെ പ്രാർത്ഥിക്കുകയാണ്. തങ്ങളെ തന്നെ താഴ്ത്തുവാൻ ദൈവസന്നിധിയിൽ അവൻ തയ്യാറാവുകയാണ്. ദൈവത്തിന്റെ ദൂതൻ അവന്റെ അടുക്കൽ വരുമ്പോൾ, ദാനിയേലേ, നീ നിന്നെ തന്നെ താഴ്ത്തുവാൻ മനസ്സ് വെച്ച നാളിൽ ആ ദിവസം തന്നെ ദൈവത്തിന്റെ മറുപടിയുമായി ദൂതുമായി ഞാൻ നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരികയായിരുന്നു. എന്നാൽ പാസി ദേശത്തിന്റെ പ്രഭു എന്നെ തടഞ്ഞു. ദൈവത്തിന്റെ മക്കളെ, അവിടെ എടുത്തു പറയുന്ന ഒരു കാര്യം, നീ നിന്നെ തന്നെ താഴ്ത്തുവാൻ മനസ്സ് വെച്ച നാളിൽ തന്നെ, ആ ദിവസം തന്നെ സ്വർഗം അവന് വേണ്ടി തുറക്കുവാനിടയായി തീർന്നു. നമ്മുടെ സ്വയം പ്രശംസ നാം നമ്മളോട് തന്നെ ചെയ്യുന്ന പാപമാണ്, ദൈവപ്രവൃത്തിക്ക് തടസ്സമാണ്. നമ്മുടെ സ്വയം പ്രശംസ നാം നമ്മളോട് തന്നെ ചെയ്യുന്ന അത് തെറ്റാണ്, നമ്മളോട് തന്നെ ചെയ്യുന്ന ദോഷമാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, നീ നിനക്ക് തന്നെ ഒരു ദോഷവും വരുത്തരുത്. അടുത്ത ഭാഗം യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 8-ാം വാക്യമാണ്. എനിക്ക് പാപമില്ല എന്ന് പറയുന്നെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നു. നമുക്ക് പാപമില്ല എന്ന് പറയുന്നെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു, അവനെ അസത്യവാദിയാക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, സ്തോത്രം, നാം വിശുദ്ധരായിരിക്കണം എന്ന് ഉള്ളത് കൊണ്ട് തന്നെയാണ്. എന്നാൽ ദാവീദിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഒരു പാപവും എനിക്ക് ഓർമ്മ വരുന്നില്ല എന്നുള്ളത് കൊണ്ട്, ഒരു തെറ്റും എനിക്ക് ഓർമ്മ വരുന്നില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അതുകൊണ്ട് നീതിമാനാകുന്നു എന്നുള്ളതല്ല. ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ, ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ, മറഞ്ഞിരിക്കുന്ന പാപങ്ങൾ കൂടെ പോക്കി എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ മക്കളെ, എനിക്കൊരു ശുദ്ധീകരണത്തിന്റെ ആവശ്യമില്ല, എനിക്കൊരു ഏറ്റുപറച്ചിലിന്റെ ആവശ്യമില്ല, എനിക്കൊരു പശ്ചാത്താപത്തിന്റെ ആവശ്യം വരുന്നില്ല, എനിക്കൊരു പാപക്ഷമയ്ക്കായി അപേക്ഷിക്കേണ്ട ആവശ്യമില്ല എന്ന് ഏതെങ്കിലും ദിവസം നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അത് നമ്മുടെ പരാജയത്തിന്റെ തുടക്കമാണ്. സ്തോത്രം. നമ്മൾ യോഗ്യരല്ല, ദൈവം നമ്മളെ യോഗ്യരാക്കുകയാണ്. നമ്മൾ വിശുദ്ധരല്ല, പക്ഷെ ദൈവം നമ്മളെ വിശുദ്ധീകരിക്കുകയാണ്. പക്ഷെ ആരെയാണ് വിശുദ്ധീകരിക്കുന്നത്? നമ്മുടെ വാക്കിലും ചിന്തയിലും മനോഭാവങ്ങളിലും എല്ലാം ദൈവത്തിന്റെ നീതിക്കും വിശുദ്ധിക്കും നിരക്കാത്തതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ആത്മാവ് നമുക്ക് തരുന്ന ബോധ്യങ്ങൾ അനുസരിച്ച് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിക്കുവാൻ ഒരു ദൈവവൈതൽ അനുദിനവും ഓരോ ദിവസവും അല്ല, ഓരോ നിമിഷങ്ങളിലും അവർ തയ്യാറാക്കണം. നാം ആയിരിക്കുന്നത് പ്രാഗൽഭ്യമുള്ള മനസ്സോടെ ദൈവസന്നിധിയിലായിരിക്കുന്നത് കർത്താവ് നമ്മളെ യോഗ്യരാക്കുകയും ആ പ്രാഗൽഭ്യം നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ വിടയാകട്ടെ. അതുകൊണ്ട് നാം നമ്മെ തന്നെ വഞ്ചിക്കരുത്. നീ നിനക്ക് തന്നെ ഒരു ദോഷവും വരുത്തരുത്. ഒരു പാപവും എന്റെ ജീവിതത്തിലില്ല, ഒരു തെറ്റും എന്റെ ജീവിതത്തിലില്ല എന്ന് ഞാൻ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എന്തെങ്കിലും അങ്ങനെ ചിന്തിച്ച് ആ ഒരു ചിന്താഗതിയിൽ ഞാൻ ജീവിക്കുന്നെങ്കിൽ ഞാൻ എന്നോട് തന്നെ ദോഷം വരുത്തുന്നു, ഞാൻ എന്നെ തന്നെ വഞ്ചിക്കുകയാണെന്ന് നാം ആത്മാവിൽ തിരിച്ചറിയുവാൻ ഇടയായിത്തീരണം. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 12-ാം വാക്യം നമ്മൾ വായിക്കുന്നത് തന്നെത്താൻ ഉയർത്തരുത് എന്നുള്ളതാണ്. തന്നെത്താൻ ഉയർത്തുന്നവരെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. നാം നമ്മോട് തന്നെ ചെയ്യുന്ന ദോഷമാണ് തന്നെത്താൻ ഉയർത്തുക. അതിന്റെ ഒരു ഉന്നതമായ ഭാവമാണ് നിഗളം എന്ന് പറയുന്നത് തന്നെ. ദൈവം ക്ഷമിക്കാത്ത, അല്ലെങ്കിൽ ഒരു ചാൻസ് കൂടെ കൊടുക്കാത്ത ഒരു പാപമായിരുന്നു നിഗളം. സാത്താന്റെ ഉത്ഭവം തന്നെ, അവന്റെ പരാജയത്തെ കുറിച്ച് തന്നെ നാം മനസ്സിലാക്കുന്നത് അവന്റെ നിഗളഭാവം ആയിരുന്നു. അവൻ നിഗളിച്ചത് കൊണ്ട് ദൈവം അവനെ വെട്ടി താഴേക്കിട്ടു. ദൈവം അവനെ തള്ളിക്കളഞ്ഞു. ഒരു ചാൻസ് കൂടെ ദൈവം അവന് കൊടുത്തില്ല. ദൈവം വചനം പറയുന്നു, ദൈവം
അതേ സ്തോത്രം, നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു. താഴ്മയുള്ളവർക്ക് ധാരാളം കൃപ നൽകുന്നു. അങ്ങനെയാണെങ്കിൽ നാം നമ്മളോട് തന്നെ ചെയ്യുന്ന ദോഷമാണ് നാം നിഗളിക്കുക, തന്നെത്താൻ ഉയർത്തുക എന്നത്. യേശു നമുക്ക് കാണിച്ചു തന്ന മാതൃക എന്താണ്? യേശു നമുക്ക് കാണിച്ചു തന്ന മാതൃക ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ 5 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. തന്നെത്താൻ താഴ്ത്തി ക്രൂശില മരണത്തോളം, 8-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് തന്നെത്താൻ താഴ്ത്തി ക്രൂശില മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന യേശുവിന്. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, കർത്താവിന്റെ സന്നിധിയിൽ താഴ്മ ധരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. എന്താ താഴ്മ എന്ന് പറയുന്നത്? ചിലർ ചിന്തിക്കും, ഞാൻ പുഴുവാണേ, ഞാൻ കൃമിയാണേ, ഞാൻ ഇരയാണേ എന്നൊക്കെ പറഞ്ഞ്, വളരെ പൊടിയാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ ചെറിയ ചെറിയ നിസ്സാര ജീവികളുടെയോ വസ്തുക്കളുടെയോ ഒക്കെ പേര് പറഞ്ഞ് ആ സ്ഥാനത്ത് നമ്മളെ കാണാറുണ്ട്. ഞാൻ അതാണ്, ഞാൻ ഇതാണെന്ന് പറഞ്ഞു നമ്മള് ആ പറയുന്ന പേരിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ താഴ്മയുള്ളവരെന്ന് ആളുകൾ ധരിക്കും എന്ന് ചിന്തിക്കുന്നത്. പക്ഷേ അങ്ങനെ ചില വാക്കുകൾ പറയുന്നതല്ല താഴ്മ. താഴ്മ എന്ന് പറയുന്നത് ഇന്ന് നാം അനുഭവിക്കുന്ന സകല നന്മകളും, ഇന്ന് നാം ആയിരിക്കുന്ന സകല അതേ വഴികളും കരുതലുകളും അത് ദൈവത്തിന്റെ ദാനമാണെന്നുള്ള ചിന്തയാണ്. നമുക്ക് നന്നായി പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ദാനമാണ്. നമുക്ക് നല്ല ഒരു ജോലി ഉണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ദാനമാണ്. ഒത്തിരി പ്രശ്നങ്ങളുടെ നടുവിലും നമുക്ക് ജീവിക്കാൻ കഴിയുന്നു എങ്കിൽ നമുക്ക് വിശ്വാസം നൽകി നമ്മളെ ബലപ്പെടുത്തി നമ്മളെ നടത്തുന്ന ദൈവത്തിന്റെ ദാനമാണ്. ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും നാം വിശ്വാസത്തിൽ നിലനിൽക്കുന്നത് തന്നെ ദൈവത്തിന്റെ ദാനമാണ്. അങ്ങനെയാണെങ്കിൽ 1 മണിക്കൂർ അല്ലെങ്കിൽ കുറെ സമയം പ്രാർത്ഥിക്കാൻ, ആത്മാർത്ഥമായി ഒന്ന് കരയാൻ, എല്ലാം മറന്ന് ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ, ഒരാളോട് സുവിശേഷം പറയാൻ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ചിലത് ചെയ്യാൻ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തെക്കുറിച്ചോ, നമ്മുടെ ആത്മീക ജീവിതത്തെക്കുറിച്ചോ, നമ്മുടെ ഭൗതിക നന്മകളെ കുറിച്ചോ, എന്തിനെ കുറിച്ചാകട്ടെ, അത് എല്ലാം ദൈവത്തിന്റെ ദാനമാണെന്ന് നാം ഓർത്താൽ, അങ്ങനെ ഒരു ബോധ്യം നമ്മുടെ അകത്തുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒന്നും ഓർത്ത് നിഗളിക്കാൻ നമുക്ക് ഒരിക്കലും ഇടയാകില്ല. കാരണം എനിക്ക് ദാനമായി കിട്ടിയ ഒന്നിനെ ഓർത്ത് ഞാൻ എന്ത് നിഗളിക്കാനാണ്? എനിക്ക് ദാനമായി കിട്ടിയ ഒന്നിനെ ഓർത്ത് ഞാൻ എന്ത് പുകഴാനാണ്? പുകഴണമെങ്കിൽ ആ ദാനങ്ങൾ തന്ന വ്യക്തിയെ ഞാൻ പുകഴ്ത്തണം. അല്ലാതെ എനിക്ക് ആ ദാനം തന്ന ദാനത്തെ ഓർത്ത് ഞാൻ പുകഴ്ന്നിട്ട് ഒരു കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കുള്ളതും നമ്മുടെ ജീവൻ, നമ്മുടെ ആരോഗ്യം, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ കുടുംബം, നിങ്ങളുടെ ബുദ്ധി, നിങ്ങളുടെ സാമർഥ്യം, നിങ്ങളുടെ ആത്മീയവും ഭൗതികവും ശാരീരികവും മാനസികവുമായ എല്ലാ അനുഗ്രഹങ്ങളും നാം തിരിച്ചറിയുക, ഇതൊക്കെയും ദൈവത്തിന്റെ ദാനമാണ്. അങ്ങനെയുള്ള ചിന്തിക്കുന്ന മനോഭാവമുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും തന്നെത്താൻ പ്രശംസിക്കാനും പുകഴുവാനും കഴിയത്തില്ല. മുഴുമഹത്വവും ദൈവത്തിന് അർപ്പിക്കുവാൻ കഴിയും. തന്നെത്താൻ വീഴ്ചയ്ക്ക് മുൻപേ നിഗളം എന്ന് ദൈവത്തിന്റെ വചനം പറയും. നാം തന്നെത്താൻ ഉയർത്തുന്നവരായിട്ടല്ല. അത് നാം നമ്മോട് തന്നെ ചെയ്യുന്ന ദോഷമാണ്. അത് നാം നമ്മോട് തന്നെ ചെയ്യുന്ന അത് വലിയ ശാപകരമായ കുറ്റമാണ്. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ താഴ്മയുള്ളവരായി സമർപ്പിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ എന്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നു. വായിച്ച വേദഭാഗം ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നീ നിനക്ക് ഒരു ദോഷവും ചെയ്യരുത്. ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം രക്ഷിക്കാൻ ഒരു കർത്താവ്, ജീവനുള്ളവനായ ഒരു യേശുവുണ്ട്, ഒരു രക്ഷകനുണ്ട്, ഒരു ഉടമസ്ഥനുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ, നിങ്ങളുടെ പ്രശ്നങ്ങളുടെ മേൽ, നിങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ പ്രവർത്തിപ്പാൻ ശക്തനായ ഒരു ദൈവം, മനസ്സ് തകർന്നവരെ വിടുവിക്കുന്ന ഒരു ദൈവം, ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം, വഴി തുറന്നു തരുന്ന ഒരു ദൈവം, ദരിദ്രരുടെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ഒരു ദൈവം, രോഗികളെ സൗഖ്യമാക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊരു ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കണം. പിശാചാണ് ആ ചിന്ത നമ്മുടെ ഹൃദയത്തിൽ തരുന്നത്. അതുകൊണ്ട് നിനക്ക് ഒരു ദോഷവും
വരുത്തരുത്. ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യരുത്. നാം നമുക്ക് തന്നെ ഉണ്ടാക്കുന്ന മറ്റൊരു ദോഷം. മറ്റൊന്ന്, തന്നെത്താൻ നീതീകരിക്കുന്നത് നാം നമ്മോട് തന്നെ ചെയ്യുന്ന ദോഷം. മറ്റൊന്ന്, നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നത്. എനിക്ക് പാപമില്ല, എനിക്കൊരു ശുദ്ധീകരണത്തിന്റെ ആവശ്യമില്ല എന്ന് നാം നമ്മെ തന്നെ വഞ്ചിക്കുന്ന ഒരു അവസ്ഥ. മറ്റൊന്ന്, തന്നെത്താൻ ഉയർത്തുന്നത് നാം നമ്മോട് തന്നെ ചെയ്യുന്ന ദോഷമാണ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നാം ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് ദോഷം ചെയ്യാം. ദൈവസന്നിധിയിൽ ദൈവം ആഗ്രഹിക്കുന്നതാണ്. ഇത് ദൈവം നൽകിയ ഈ ആയുസ്, ഈ ശരീരം, ഈ മനസ്സ്, ദൈവം നൽകിയ ആത്മാവ്, ഇത് മുഴുവനും ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധിയോടും ദൈവകൃപയോടും ദൈവോചന പ്രകാരം സൂക്ഷിക്കപ്പെടാം. ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം. ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. പിതാവേ, ഈ ലൈവിലൂടെ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നീ നിനക്ക് തന്നെ ഒരു ദോഷവും വരുത്തരുത് എന്ന് നിന്റെ വചനത്തിൽ ഞങ്ങൾ വായിച്ചതുപോലെ ഞങ്ങൾക്ക് തന്നെ ദോഷം വരുത്തുന്ന ചിന്തകളിൽ നിന്ന്, മനോഭാവങ്ങളിൽ നിന്ന്, പ്രവൃത്തികളിൽ നിന്ന്, സ്വഭാവങ്ങളിൽ നിന്ന് ഞങ്ങൾ പുറത്തു വന്ന് ദൈവമേ, ഞങ്ങൾ മറ്റുള്ളവർക്കൊരനുഗ്രഹമായി, ഞങ്ങൾക്കൊരനുഗ്രഹമായി, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും അനേകർക്കും ഒരു അനുഗ്രഹമായി ഞങ്ങൾ നിലകൊള്ളുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കും. നിന്റെ ജനത്തെ എല്ലാവരെയും കർത്താവ് അതിനു വേണ്ടി ഒരുക്കണം. നിന്റെ നാമത്തിൽ അവരെല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം പങ്കെടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.